നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊല, ക്രൂരകൊലപാതകങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവരാണ് പോലീസ്. അവരെ പോലും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അഫാൻ എന്ന ചെറുപ്പക്കാരൻ നാട്ടുകാർക്കൊക്കെ നല്ല പിള്ളയാണ്. അതായത് പുറത്തിറങ്ങിയാൽ ആള് പ്രശ്നക്കാരനൊന്നുമല്ല, അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരൻ. അടുത്ത സുഹൃത്തുക്കൾ പോലും കുറച്ച് ആർഭാട ജീവിതം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അഫാനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ പ്രശ്നക്കാരനൊന്നുമല്ല അവനെന്ന്. വളരെ കുറച്ച് സുഹൃത്തുക്കൾ, അതായത് അധികം സുഹൃത്തുക്കൾ പോലും ഇല്ലാത്ത ഒരാളാണ് അഫാൻ. ആർഭാടം ഉണ്ടായിരുന്നുവെന്ന ആ പോയിന്റാണ് റെലവന്റ്. ഈ ആർഭാടത്തിനുള്ള പണത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മാനസിക നിലയിലേക്ക് അഫാൻ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അഫാന്റെ റൂട്ട് മാപ്പിന് പിന്നാലെ പായുകയാണ് ഇപ്പോൾ പോലീസ്. രാത്രി സഞ്ചാരിയായിരുന്ന അഫാനിൽ മറ്റെന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അഫാന്റെ ഫോൺ തുറന്ന് പരിശോധിക്കാൻ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് വിശ്വാസം. അഫാൻ വാ തുറക്കുന്നത് പരസ്പര വിരുദ്ധമായ മൊഴികൾ പറയാൻ മാത്രമാണ്. ഇത് പോലീസിനെ കൂടുതൽ വലയ്ക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അഫാനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയുന്ന അമ്മ ഷെമി വാ തുറക്കണം. എന്നാൽ അവർ ആ ഒരു അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മകനെ കുടുക്കുന്ന തരത്തിലുള്ള ഒരു മൊഴികളും അവരിൽ നിന്നുണ്ടാകില്ല എന്ന് പോലീസിനും ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. എന്നാൽ അഫാനെ കുറിച്ച് മറ്റാരോട് കാര്യങ്ങൾ ചോദിച്ചറിയും? അതാണ് പോലീസിനെ വലയ്ക്കുന്നത്. കാരണം അഫാനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ ആരുമില്ല. ആ കുടുംബത്തിന്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ ഇല്ല. ബന്ധുക്കൾക്കും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. അതിലേറെക്കുറെ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അഫാന്റെ മാതാവിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവരുമായിട്ടായിരുന്നു അഫാന്റെ മാതാവ് RCCയിലൊക്കെ പോയിരുന്നത്. എന്നാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഷമീനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇവർ. എന്നാൽ പിന്നീട് ഈ സ്ത്രീയുമായുള്ള അടുപ്പം കുറച്ചു കൊണ്ടുവന്നു ഷമീന. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം ശക്തമാണ്. അതിനു മുൻപ് വരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഷമീന ഇവരോട് തുറന്നു പറയുമായിരുന്നു. പിന്നീട് ഇത് പറയുന്നത് കുറച്ചു. അവരുമായിട്ടുള്ള ഒരു ബന്ധവും പിന്നീട് അങ്ങ് ഇല്ലാതാകുകയായിരുന്നു ചെയ്തത് എന്നാണ് വിവരങ്ങൾ. എന്തുകൊണ്ടായിരുന്നു അത് എന്നുള്ളത് ഒരു സംശയമുയർത്തുന്ന ചോദ്യം തന്നെയാണ്. അതായത് പലരെയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനാണ് ഷമീന ശ്രമിച്ചിരുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? അഫാനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്താരെങ്കിലും അറിയുമെന്നുള്ള ഭയമായിരുന്നോ? അതോ അഫാൻ പ്രശ്നക്കാരനായിരുന്നു എന്നുള്ളത് ആരെങ്കിലും അറിയുമോ? അത്തരത്തിലുള്ള ഒരുപാട് ആകുലതകൾ ഈ ഷമീനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ശക്തമാണ്. പോലീസും ഈ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അഫാൻ പിടിവാശിക്കാരനും ചെറുപ്പം മുതലേ അല്പ വൈരാഗ്യ ബുദ്ധിയുള്ള കൂട്ടത്തിലുമായിരുന്നുവെന്ന് ബന്ധുക്കളിൽ ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സാധനം കണ്ടിഷ്ടപ്പെട്ടാൽ അത് ഉടൻ വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ ഉമ്മ ഷെമിയോട് വലിയ ബഹളവും വഴക്കും ഉണ്ടാക്കുമായിരുന്നു. ഇതിനു മുൻപും അഫാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട്. അന്ന് അഫാൻ പറഞ്ഞിരുന്നത് കുടുംബത്തിൽ ആർക്കും അഫാനെ ഇഷ്ടമല്ല എന്നും അനുജൻ അഫ്സാനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുമാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കുമെല്ലാം അഫ്സാനെയാണ് ഇഷ്ടമെന്നും എന്നെ ഇഷ്ടമല്ലല്ലോ എന്നുള്ള ചോദ്യവും നിരന്തരം അഫാൻ ഉയർത്തിയിരുന്നു. അഫ്സാനോട് നേരത്തെ മുതലേ അഫാന് ഇഷ്ടക്കേടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇപ്പോൾ ആ സംശയം ബലപ്പെടുകയാണ്. ആത്മഹത്യാ ശ്രമത്തിന് ശേഷം അഫാനെ എല്ലാവരും കുറച്ചു കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു. പിതാവ് റഹീമും അങ്ങനെ തന്നെയായിരുന്നു. അവനെ ചേർത്ത് നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നു. ഇവിടെയാണ് കുടുംബത്തിന് പിഴച്ചുപോയത്. ആഡംബര ജീവിതത്തിനോട് കൂടുതൽ ഭ്രമമുണ്ടായിരുന്ന അഫാന് പുതിയ ഫോണും ബൈക്കും എല്ലാം വാങ്ങിക്കൊടുക്കാൻ അഫാന്റെ പിതാവിനും കഴിഞ്ഞു. കാരണം ആ സമയത്തൊക്കെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു റഹീമിന്. എന്നാൽ കോവിഡ് വന്നതോടെയാണ് അഫാന്റെ പിതാവിന് കച്ചവടം പ്രതിസന്ധിയിലാകുന്നതും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്തു. ഇതാണ് അഫാനിൽ താളപ്പിഴകൾ ഉണ്ടാക്കിയത്. എങ്കിലും അഫാൻ അവന്റെ ജീവിതശൈലി മാറ്റിയിരുന്നില്ല. ഇത് ആ കുടുംബത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ടു. ഇതിനിടെ ഉമ്മയ്ക്ക് ക്യാൻസർ കൂടി വന്നതോടുകൂടി കടവും കൂടി. ഇനി മുന്നോട്ട് പോകാനാകാത്ത വിധം അഫാൻ എത്തിച്ചേർന്നു. സാമ്പത്തികമായി തകർന്നിട്ടും ആഡംബരത്തിലുള്ള അഫാന്റെ ഭ്രമം കുറഞ്ഞില്ല. എന്തെങ്കിലും ജോലിക്ക് പോയി കുടുംബം നോക്കണമെന്ന ചിന്തയും ഇല്ലാതെ കടം കയറിയതിന് വാപ്പയെ പഴിക്കുകയായിരുന്നു അഫാൻ.
പണം തന്ന് സഹായിക്കാത്ത ബന്ധുക്കളോട് അടങ്ങാത്ത പകയും അഫാനിൽ വർദ്ധിച്ചു. പലപ്പോഴും വലിയുമ്മ സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെ അഫാന് കൊടുത്തിരുന്നു. പക്ഷേ ഇത് പതിവായതോടെ അവർ സ്വർണം കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതുമൊക്കെ കുറഞ്ഞു. അതുപോലെ അച്ഛന്റെ സഹോദരൻ ലത്തീഫും ഭാര്യയും പലപ്പോഴും അഫാന്റെ ആർഭാടത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. അതായത് അച്ഛനും അമ്മയും ഇത്രത്തോളം കഷ്ടപ്പെടുമ്പോൾ നീ എന്തിന് ഇത്ര ആഡംബരം കാണിക്കുന്നു എന്നുള്ള ചോദ്യം അഫാന് നേരെ അവർ ഉയർത്തി. ഇതൊക്കെയാണ് ഇവരെ വകവരുത്താൻ കാരണമായി തീർന്നത്.